ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടേബിൾസിന്റെ സെക്ഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാർഡ്രോബിന്റെ സെക്ഷൻ ആണ്. അതിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇനി പറയാനായിട്ട് പോകും. അപ്പോൾ വാർഡ്രോബ് ഇപ്പോൾ നമുക്ക് ഏത് പ്രൈസ് റേഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വാർഡ്രോബ് നമുക്ക് 2 ഡോർ മുതലാണ്. 2 ഡോർ ഉണ്ട്. 2 ഡോർ നമുക്ക് അറൗണ്ട് 16,500 16 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിലോട്ട് നമുക്ക് പോകും. പക്ഷെ നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും സാധനത്തിൻ്റെ. ഇത് നമുക്ക് വരുന്നത് 3 ഡോർ ആണ്. 3 ഡോർ ഫുള്ള് തേക്കിലാണ്. ഫുള്ള് തേക്ക് എന്നല്ല, ഫോറസ്റ്റ് തേക്കിലാണ് വരുന്നത്. സാധനം കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ കാതലുള്ള പീസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് 3 ഡോർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നമുക്ക് വള്ള്, ഇതൊരു വെറൈറ്റി. നമ്മൾ സാധാരണ നമ്മൾ മുകളിലാണ് ഡ്രസ്സിങ് വരില്ല, ആങ്കറിങ് വരില്ല. ഇത് നമ്മൾ അടിയിലേക്കാകുമ്പോൾ നമ്മൾ അടിയിലേക്ക് ആക്കിയിട്ട് മുകളിൽ ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന പലക വരെ സാധനം ഫുള്ള് കാതലുള്ള പീസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഫോറസ്റ്റ് അക്കേഷൻ. നമ്മൾ മരത്തിന് ലൈഫ് ലോങ് നമ്മൾ വാറൻറ്റി കൊടുക്കുന്ന സാധനമാണ്. ലൈഫ് ലോങ് നമ്മൾ വാറൻറ്റി കൊടുക്കുന്ന സാധനം. പിന്നെ നമുക്ക് ചിലർ പറയുന്നതിന് ഗ്രെയിൻസ് വരയ്ക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അതിനും വലിയ എക്സ്പെർട്ടുകൾ ഉണ്ടാവണം. ഈ ഗ്രെയിൻസ് അതന്നെ, ആ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ അതന്നെ അങ്ങനെ ചെയ്യണുണ്ട്. അങ്ങനെ ചെയ്യണല്ല സാധനം വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അപ്പുറത്ത് നമുക്ക് ഒരു നാടൻ തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ സാധനം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫുള്ള് ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ചെയ്തത്. നമുക്ക് സമയം പോലെ കാണാം. പിന്നെ ഇത് വരുന്നത് ഫുള്ള് ഫോറസ്റ്റ് അക്കേഷ്യ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാത്ത ഫുള്ള് ഫോറസ്റ്റ് അക്കേഷ്യ മരത്തിന്. നമ്മൾ ഇതിനും നമ്മൾ ലൈഫ് ലോങ് മരത്തിനല്ല, നമുക്ക് 15-20 കൊല്ലം മരത്തിന് വാറൻറ്റി കൊടുക്കണതാണോ ഇതിന്. ഫുള്ള് അക്കേഷ്യാണ്. ഉള്ളൊക്കെ സാധാരണ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ പോളിഷ് ചെയ്യാണ്ടാണ് വരല്. ഇതടക്കത്ത് ഫുള്ള് പോളിഷ് ചെയ്താണ് സാധനം. സ്ഥലത്തിന് നമുക്ക് ഹെഡ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ സാധാരണ ഉള്ളിൽ വരുന്ന മാതിരി തന്നെ ഇത് വരുന്നത് നമുക്ക് പോളിഷ്, നമുക്ക് മാറ്റ് പോളിഷാണ് സാധനം വരുന്നത്. സാധനത്തിന് നമ്മൾ 15 കൊല്ലം ഇതിനും വാറൻറ്റി കൊടുക്കും. ഇതിന് വരുന്ന നമുക്ക് 23-28 രൂപയാണ് സാധനത്തിന് റേഞ്ച് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് റേഞ്ച് വരുന്നത് നമുക്ക് 5 ഫീറ്റാണ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്കൊരു 37 ആ റേഞ്ചൊക്കെ വരും. 37 രൂപ നമുക്ക് റേഞ്ച് വരുന്നത്. ഫുള്ള് ഫോറസ്റ്റ് തേക്കാണ്. ഫുള്ള് ഫോറസ്റ്റ് തേക്കാണ്. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും സാധനം. ഇതിപ്പോൾ തേക്കിൽ വരുന്നതാണ്. ഇത് നാടൻ തേക്കാണ് സാധനം വരുന്നത്. എന്നാലും ഫുള്ള് ഫോറസ്റ്റ് അക്കേഷ്യ, ഫോറസ്റ്റ് തേക്കിൽ തന്നെ. ഫോറസ്റ്റ് തേക്കിൻ്റെ അതേമാതിരി തന്നെ ഫുള്ള് കാതലുള്ള പീസ് വെച്ചുണ്ടാക്കിയതാണ്. ഫുള്ള് കാതൽ. ഇവിടെ ഇതിൻ്റെ മുകളിൽ പോളിഷിങ് ഇല്ല, എന്നാലും നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ മുകളിൽ നമ്മൾ പോളിഷ് ചെയ്തിട്ടാണ് കൊടുക്കുക സാധനം. ഇത് ഫുള്ള് ഫോറസ്റ്റ് തേക്കല്ല, നാടൻ തേക്കാണ് വരുന്നത്. സാധനം എന്താണല്ലോ ഫുള്ള് കാതലുള്ള പീസാണ് സാധനം വരുന്നത്. ഇത് വേണമെങ്കിൽ സാധനം ഫോറസ്റ്റ് തേക്കും നാടൻ തേക്കും തമ്മിൽ നമുക്ക് സാധനം പോളിഷ് ചെയ്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് നാടൻ ഫോറസ്റ്റ് തേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം. സാധനത്തിന് ക്വാളിറ്റി കുറവായിരിക്കും. എന്നാൽ നമ്മളിതിന് 5 കൊല്ലം 6 കൊല്ലം നമ്മളിതിന് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. 5 കൊല്ലം നമ്മൾ നാടൻ തേക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുള്ളൂ. ഇതേ റേഞ്ചിൽ നിങ്ങൾക്ക് ഫോറസ്റ്റ് തേക്കാന്ന് പറഞ്ഞിട്ട് കിട്ടും. സാധനം 100% നമുക്ക് നാടൻ തേക്ക് കിട്ടും. സാധനം എന്തെങ്കിലും നാടൻ തേക്ക് നമുക്ക് സാധനം കിട്ടുള്ളൂ. കാരണം സാധനത്തിൻ്റെ ക്വാളിറ്റി, സാധനത്തിൻ്റെ എമൗണ്ട്. ഫോറസ്റ്റ് തേക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് 10-20 കൊല്ലം ആ മരം ഫോറസ്റ്റിൽ നമുക്ക് മുറിക്കണമെങ്കിൽ 10-20 കൊല്ലം കഴിയേണ്ട നമുക്ക് കാതിൽ വരാണ്ട സാധനം മുറിക്കാൻ കഴിയില്ല. പിന്നെ ഇത് മുറിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3-4 കൊല്ലം വെള്ളത്തിലിട്ട് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കയറി പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ നമ്മൾ കീറി മുറിച്ചിട്ട് പിന്നെ നമ്മൾ ഉണക്കാണ്ട്. അങ്ങനെയാണ് ഫോറസ്റ്റ് തേക്ക് ക്വാളിറ്റിയും പ്രൈസും വരുന്നത്. ഫോറസ്റ്റ് തേക്ക് വരുന്നത്. നാടൻ തേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്തൊരു സാധനം വളർന്ന് നമുക്കൊരു പരിപാടി ഉണ്ടാകുമ്പോൾ മുറിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതാകുമ്പോൾ കാതൽ പീസ് വരാണ്ട് തന്നെ നമുക്ക് മുറിക്കും. എന്നാലും ചെറിയ കാതലുണ്ടാവും, ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം തേക്കാണ്. എന്നാലും മൂത്തക്കണോ ചോദിച്ചാൽ മൂത്തിട്ടില്ല. അപ്പം അതും ഉണക്കി വന്ന് പോളിഷ് ചെയ്താൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ ആ തേക്ക് പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തേക്ക് ഒന്നാമത് ലൈറ്റ് വെയിറ്റ് ആണ്, സാധനത്തിന് ഗ്യാപ്പ് ഒന്നും വരാറില്ല. എന്നാലും ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ചൂടിലൊക്കെ നമുക്ക് ചെറിയ തേക്കിനൊക്കെ ഗ്യാപ്പ് വന്നിക്കണം. നമ്മൾ ഗ്യാപ്പ് വന്നാൽ നമ്മളവിടെ പോയി വിളിച്ചിട്ട് നമ്മൾ 2 കാലത്ത് നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ എന്തെങ്കിലും ഇപ്പം ചിലവരുണ്ടാവും സാധനം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് കാണണം എന്നൊക്കെ ഉള്ളൊരു. പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് വന്ന് നമ്മൾ ഗോഡൗണിൽ കൊണ്ടുപോയി നമ്മൾ കാണിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ വന്നിട്ട് നമുക്ക് മാറ്റി തരാൻ പറ്റുന്ന കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഗ്യാപ്പോ കാര്യങ്ങളോ അങ്ങനത്തെ കയറുന്നതിന് മുമ്പേ ഉണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് നമ്മൾ മാറ്റി തരും ചെയ്യും. ഫുള്ള് വാൾഡ്രോബ്സ് തന്നെ. പിന്നെ പാർട്ടിക്കൽ ബോർഡ് ഉണ്ട്. പാർട്ടിക്കൽ ബോർഡിൻ്റെ സാധനം ഉണ്ട്. ഇത് നമുക്ക് പാർട്ടിക്കൽ ബോർഡിൽ തന്നെ ബോർഡാണ്. 2 ഡോറാണ് അലമാര വരുന്നത്. സാധനം ഉള്ളിലൊക്കെ ഏകദേശം എല്ലാം രണ്ടും സെയിം തന്നെ ആയിരിക്കും. എല്ലാത്തിൻ്റെ 2 ഡോറിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതിൻ്റെ വെത്ത് 7,900 വരുന്നത്. ഇത് നമുക്ക് 6,900 വരുന്നത്. ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇത് നമുക്ക് 2mm എഡ്ജ്മെൻറ്റാണ്, 0.5 എഡ്ജ്മെൻറ്റ് അത് വരുന്നത്. ഇത് വരുന്നത് നമുക്ക് 2mm എഡ്ജ്മെൻറ്റാണ്. സാധനം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മരം തേക്ക് അത്യാവശ്യം മരങ്ങളൊക്കെ പൊടിച്ചിട്ട് ടെമ്പറാക്കി വരുന്ന സാധനം. അപ്പോൾ നമുക്ക് ഇവിടെ മോൾ ഭാഗത്തൊക്കെ ഇവിടെ കണ്ടോ ഗ്യാപ്പ് ഉണ്ടോ? ഈ ഗ്യാപ്പിലേക്കൊക്കെ നമുക്ക് ഒരു തുള്ളി വെള്ളമോ 2 നമുക്ക് ഇതിൻ്റെ നനവൊക്കെ തട്ടിയാൽ ഉള്ളിലേക്കുള്ള മരം വെള്ളം വലിച്ചെടുത്തിട്ട് സാധനം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച സാധനം നമുക്ക് പറഞ്ഞു വരാൻ തുടങ്ങും. ഇതിന് അങ്ങനെ ഒരു സ്ഥലം വരുന്നില്ല. അപ്പോൾ ഫുള്ള് 2mm ഫുള്ള് ക്ലിയർ ചെയ്തിട്ടാണ് സാധനം കൊണ്ടുവരുന്നത്.
1000 വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നാലും ഇതിനെക്കാട്ടും കൂടുതലുള്ള കാലം ഇത് നിൽക്കും ചെയ്യും. പിന്നെ ഇതന്നെ നമുക്ക് റേറ്റ് കുറച്ച് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനത്തെ ഹാൻഡിലോ അല്ലെങ്കിൽ ഉള്ളിൽ ലോക്കറിന്റെ ഹാൻഡിലോ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. നമുക്ക് റേറ്റ് നല്ല കുറയ്ക്കാൻ കഴിയും. നമുക്ക് ഈ 6 റുപ്യക്കൊക്കെ സാധനം കിട്ടും. ഇതൊക്കെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്കൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ എമൗണ്ട് വ്യത്യാസം. ഇത് നമ്മൾ ഈ ബോർഡിന് നമ്മൾ 4 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നനവ് തട്ടിയില്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് സാധനം കിട്ടും. അങ്ങനെല്ലാം നമുക്ക് അത്യാവശ്യം കുറേ കൊല്ലം കിട്ടും നനവ് തട്ടിയില്ലെങ്കിൽ. അതിനോട്ടാണ് ഗ്യാപ്പ് ഉണ്ടാവില്ല. പിന്നെ ചിലവരൊക്കെ പറയും വയൽ പ്രദേശങ്ങളിലൊന്നും ബോർഡ് ഉപയോഗിക്കരുത്, തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വയൽ പ്രദേശങ്ങളിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഇല്ല, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട് നമുക്ക് വയൽ പ്രദേശത്താണ്. ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യണം 4 കൊല്ലമായി ഞാൻ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും വന്നില്ല. എൻ്റെ റൂം മുഴുവൻ ബോർഡാണ്. ബോർഡിൻ്റെ മെറ്റീരിയൽ പിന്നെ ബോർഡിന് നമുക്ക് 7 തരം ബോർഡ് വരുന്നുണ്ട്. ഈ മൈക്കെല്ലാം ഈ ഒട്ടിക്കുന്ന പതെല്ലാം സെയിം ആയിരിക്കും, പക്ഷെ ഉള്ളിൽ വരുന്ന ബോർഡ് വ്യത്യാസമാണ്. ബോർഡിൻ്റെ കമ്പനി വരെ നമുക്ക് വാറണ്ടി തരുന്നില്ല. പിന്നെ നമ്മൾ കൊടുത്തതിൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ വാറണ്ടി 4 ഇയർ കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഈ മരം കാണുന്ന ഭാഗത്ത് മാത്രം മരം വെച്ചിട്ട് ഈ നടുക്കൊക്കെ എന്താ വെക്കണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താണ് ഉള്ളതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ചേർക്കാം. അപ്പോൾ നല്ല റേറ്റ് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും. പുറമേ നോക്കുമ്പോൾ 2 ഒരേ സാധനമാണ്. റേറ്റ് വ്യത്യാസം വരുമ്പോൾ ഉള്ളിലുള്ള സാധനത്തിന് വ്യത്യാസം വരും. ചിലവരൊക്കെ ഇതിന് 10 വർഷം വാറണ്ടി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ വാറണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം എന്തിനാണ് വാറണ്ടി, ഹാൻഡലിനാണോ എഡ്ജ്മെൻറ്റിനാണോ ലോക്കറിനാണോ, ഇതിനൊക്കെ നമ്മൾ എടുത്ത് വെക്കണം. ഇവർ പറയും 10 കൊല്ലം വാറണ്ടി ആണ്. അപ്പോൾ നമ്മൾ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. കാര്യമായിട്ട് ചോദിക്കണം എന്തിനാണ് വാറണ്ടി വരുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കണം. പിന്നെ ഒക്കെ ബോർഡിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് 7,900 വരുന്നത്. ഇത് വരുമ്പോൾ നമുക്കൊരു 15 വരും. ഇതിനൊരു വെറൈറ്റി വേറൊരു മോഡലാണ്. സാധാ 2 ഡോർ തന്നെയാണ്. 2 വലിപ്പവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് സാധനത്തിന്. വലിപ്പവും ഡ്രോവറൊക്കെ വരുന്ന സാധനമാണ് ഇത് നമുക്ക് വരുന്നത്. 15 നമുക്ക് ഇത് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. നമുക്ക് നമ്മളെ ഒരു 14 ആ റേഞ്ചിനൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും സാധനം കഴിയും. ഇത് നമുക്ക് 3 ഡോറിൻ്റെ 2 ഡോറിൻ്റെ നേരതാണ് 3 ഡോറാണ് വരുന്നത്. മറ്റേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ 2mm ആണ് വരുന്ന സാധനം. നമുക്കിത് ലാസ്റ്റ് നമുക്ക് 12 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഫൈനലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത്. ഇത് നമുക്ക് വരുമ്പോൾ നമ്മൾ ഈ ടൈലിൻ്റെ നമുക്ക് ഡിസൈൻസ് ഉണ്ടല്ലോ, ടൈലിൻ്റെ ഡിസൈൻസിൻ്റെ ഒരു ഗ്രെയിൻസിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. പാർട്ടിക്കൽ ബോർഡാണ്. ഇത് ബോർഡിൻ്റെ തന്നെ മെറ്റീരിയൽ തന്നെ വരുന്നത്. വൈറ്റ് ബോർഡ് വരുന്നുണ്ട്. നമുക്ക് UV വരുന്നുണ്ട്. UV നമുക്ക് എമൗണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ UV ഇങ്ങനത്തെ വൈറ്റ് പിന്നെ ബ്ലാക്ക് ഒക്കെ ഗ്രെയിൻസ് വെച്ചിട്ട് നമുക്ക് ഗ്രെയിൻസ് എല്ലാം ചെറിയ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് റൂം സെറ്റ് ഉണ്ട്. നമുക്ക് അപ്പുറത്ത് പാർട്ടിക്കൽ ബോർഡിൽ റൂം സെറ്റ് ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇത് വരുമ്പോൾ നമുക്ക് 11,900 വരുന്നത്. ഇത് 0.5 ആട്ടോ ഇത് വരുന്നത്. നമുക്ക് 2mm ആകുമ്പോൾ നമുക്ക് ഒരു 1000 റുപ്യൻ്റെ വ്യത്യാസം വരുള്ളൂ. എന്നാലും നമുക്ക് ഇതിനെക്കാട്ടും കൂടുതൽ പോലെ നമുക്ക് സാധനം കിട്ടും. പിന്നെ റേറ്റ് കുറച്ച് വേണമെന്ന് പറയുന്നത് നമുക്ക് റേറ്റ് കുറച്ചും കൊടുക്കാൻ കഴിയും. നമുക്ക് 3 ഡോർ തന്നെ നമുക്ക് 8 റുപ്യക്ക് 7 റുപ്യക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ട് സാധനത്തിൽ. ഇത് നമുക്ക് 4 ഡോറാണ് വരുന്നത്. സാധനം 4 ഡോറാണ് വരുന്നത്. ഇത് ഫുള്ള് UV വരുന്നത്. 0.5 ചെയ്ത് കൊടുത്താണ് നമ്മൾ. 0.5 സ്പേസ്. ഇത് നമുക്ക് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താണ്. കസ്റ്റമൈസഡ് ആണ്. ഇത് നമുക്ക് 24 നമ്മൾ കൊടുക്കുന്നത് സാധനം. 24 നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താണ് സാധനത്തിന് വരുന്നത്. നമുക്ക് ഇത് 2 പീസ് ആട്ടോ വരുന്നത്. ഇത് വേറെ പീസ്. ഇത് വേറെ പീസ്, ഇത് വേറെ പീസ്. നമുക്ക് 2ാം നിലയിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പീസായിട്ട് ചെയ്യിപ്പിച്ചാണ്. നമുക്ക് നാളെ വരുന്ന നമുക്ക് കുറച്ച് ഇല്ല, ഒരു സിംഗിൾ പീസായിട്ട് നമുക്ക് തോന്നുള്ളൂ സാധനം വരുന്നത്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ വാർഡ്രോബിന്റെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന അത്രയും മോഡൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. 6000 ആ റേഞ്ച് മുതലല്ല സ്റ്റാർട്ടിംഗ് അല്ലേ? അതിൽ പറഞ്ഞുകൊണ്ട് ക്വാളിറ്റിയുടെ വ്യത്യാസം വരും. ഓക്കെ, ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളത് 6000 മുതൽ സ്റ്റാർട്ടിങ്. ഓക്കെ, പിന്നെ EMI സൗകര്യം ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് കാണുന്നതായിരിക്കും.